ഹായ്, വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. ഇന്ന് നമ്മളൊരു പുതിയ CUT എക്സാമിനെ കുറിച്ച് കുറേ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തല്ലോ. ഇന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ ഒന്നായിട്ടുള്ള ഒരുപാട് കാലത്തെ അല്ലേ സ്വാതന്ത്ര്യത്തിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പൈതൃകങ്ങളുള്ള പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ 2026-27 വർഷത്തേക്കുള്ള അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതായത് അതിൻ്റെ ടെസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക. ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റത്തെ ഇതാണല്ലോ, ആദ്യത്തെ വന്നിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം അതിൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ബേസിക്കലി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം CUT എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഈ മാസം 31 കൂടി അവസാനിക്കുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കറിയാം PG എക്സ്റ്റെൻഡ് ചെയ്തതുപോലെ UGയും എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് കുറച്ചധികം ആശ്വാസം കിട്ടും. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം CUT എക്സാം നടത്തുന്ന പോലെ ഈ യൂണിവേഴ്സിറ്റിയിൽ ചില കോഴ്സുകളൊക്കെ CUTയുടെ അണ്ടറിൽ വരുന്നുണ്ട്. എന്നാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്വന്തമായിട്ട് അവരുടെ കോഴ്സുകളിലേക്ക് പ്രത്യേക എക്സാമിലൂടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം എക്സാമിന് നമ്മളിപ്പോൾ ഏതായാലും CUTക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജാമിയക്കും അലിഗഡിനും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം അല്ലേ മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മികച്ച കോഴ്സ് പഠിച്ച് മികച്ച എക്സ്പോഷർ കിട്ടിയിട്ട് ഒരു ഏറ്റവും മികച്ചൊരു സ്റ്റുഡൻ്റായി മാറാൻ, മികച്ച ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അവിടുന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ക്ലിയർ ആയോ? നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമുക്കൊരു അപ്ലിക്കേഷൻ്റെ ഫീ ആണ്. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുമിച്ച് അങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് കിട്ടാൻ പോകുന്ന സാധ്യതകൾ ചെറുതല്ല, അത് വലിയ വിശാലമായ സാധ്യതകളാണ്. അപ്പോൾ നമുക്ക് ഈ വന്ന കാര്യങ്ങൾ നോക്കാം. ഇവിടെ ടെസ്റ്റ് ഡേറ്റ് ആണ് ആദ്യമായി വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ വർഷം 4-ാം മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത് ഈ ടെസ്റ്റുകൾ നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഓരോ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് BA ഹോണേഴ്സ് ഇൻ ദ ഫാക്കൽറ്റി ഓഫ് ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ എക്സാമിന് മികച്ച മാർക്ക് കിട്ടുന്നവർക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതായത് വിവിധ അവിടുത്തെ മികച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസ് ഫാക്കൽറ്റീൻ്റെ കീഴിലുള്ള മികച്ച ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ ഒരു എക്സാമിൽ മികച്ച മാർക്ക് നേടിയിരിക്കണം. അതുപോലെ നെക്സ്റ്റ് വരുന്നത് BA ഹോണേഴ്സ് ഇൻ ദ ഫാക്കൽറ്റി ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്. അവിടെ അതിൻ്റെ ഡേറ്റ് വരുന്നത് 12/4/2026. രണ്ടും സെയിം ആണ് കേട്ടോ, 12-ാം തീയതിയാണ്. നെക്സ്റ്റ് വരുന്നത് BSc 2 ഉണ്ട്. ഒന്ന് ഫാക്കൽറ്റി ഓഫ് സയൻസ് ഓർ ലൈഫ് സയൻസ് ഫാക്കൽറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറും വരുന്നുണ്ട്. ഇതിൻ്റെ ഡേറ്റ് നോക്കൂ, ഇതും 12-ാം തീയതിയാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി വരുന്നത് ബികോമിന് താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ ടെസ്റ്റ് ഡേറ്റ് വരുന്നത് 19-ാം തീയതിയാണ് അല്ലേ, ഏപ്രിൽ 19-നാണ് വരുന്നത്. നെക്സ്റ്റ് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA. ഈ കോഴ്സുകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റുഡൻസ്, ഈ സ്റ്റുഡൻസിനൊക്കെ അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലിഗഡ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. അതും ഇന്ത്യയിലെ ടോപ്പ് ഫാക്കൽറ്റിയുടെ കീഴിൽ. മാത്രമല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അലിഗഡിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരമൊരു സൗകര്യം നമുക്ക് അവിടെ കിട്ടുന്നതാണ്. പലപ്പോഴും പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പല രീതിയിലുള്ള ഫീച്ചേഴ്സാണ് ഉണ്ടാകുന്നത്. അലിഗഡിനെ വേർതിരിച്ച് നിർത്തുന്ന ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. അവിടുത്തെ എന്താ പറയുക, ആ യൂണിവേഴ്സിറ്റി തന്നെ ഒരു വ്യത്യസ്തമായൊരു യൂണിവേഴ്സിറ്റിയാണ്. നെക്സ്റ്റ് BTech BAർക്ക് അതിൻ്റെ ഡേറ്റും 19-ാം തീയതിയാണ്. പിന്നെ സീനിയർ സെക്കൻഡറി അങ്ങനെ കുറച്ച് കോഴ്സുകളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, BA LLB ഉണ്ട് കേട്ടോ. അവിടെ BA LLBക്ക് ഡേറ്റ് നോക്കൂ, 26-ാം തീയതിയാണ് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് അവിടെ MBA പലപ്പോഴും ഇൻ്റർനാഷണൽ ബിസിനസ്സിലുണ്ട്, ഇസ്ലാമിക് ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ വരുന്നുണ്ട്, അഗ്രി ബിസിനസ്സിലുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, MBA ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 7-ാം തീയതിയാണ് വരുന്നത്. അത് എപ്പോഴാണ് മാസം വ്യത്യാസമുണ്ട്, ജൂണിലാണ് വരുന്നത് അതിൻ്റെ എക്സാം വരുന്നത്. പിന്നെ BEdൻ്റെത് വരുന്നതും ജൂണിലാണ് കേട്ടോ. BEdൻ്റെത് വരുന്നത് ജൂണിലാണ്. അപ്പോൾ ഇത്രയും അഡ്മിഷൻ്റെ ടെസ്റ്റ് ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അഡ്മിഷൻ ഗൈഡ് അതും ആപ്ലിക്കേഷൻ ഫോംസ് ഇതൊക്കെ വരുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. എന്നാണ്
ഫെബ്രുവരി 1 എന്ത് ചെയ്യരുത്, മറന്നു പോരുത്. നമുക്കിതാ ജനുവരി കഴിയാൻ പോയി, ഫെബ്രുവരി 1 അതിൻ്റെ ഡീറ്റെയിൽസ് വരും. കൃത്യമായിട്ട് നമുക്കത് എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കി നിൽക്കേണ്ട എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ CUT എക്സാമിൻ്റെക്കും അതുപോലെ NCET-യിലേക്കും അതുപോലെ തന്നെ ജാമിയ, അലിഗഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. തീർച്ചയായും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും. മാത്രമല്ല നിങ്ങൾ എക്സാമിനോ ഓരോ പുതുതായി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്